കുടുംബശ്രീ പ്രവർത്തകർക്ക് കിട്ടുന്ന എന്ത് പ്രവർത്തകർക്ക്? കുടുംബശ്രീ പ്രവർത്തകർക്ക് കിട്ടുന്നില്ലേ? കുടുംബശ്രീ പ്രവർത്തകർക്ക് എന്താണ് കിട്ടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതാണ് ഞാൻ ചോദിച്ചത്. അത് പ്രധാനമന്ത്രിന്റെ ആനുകൂല്യങ്ങൾ അല്ല, അത് എന്താണ് കുടുംബശ്രീക്ക് കൊടുക്കുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. NRLM എന്നാണ് നമുക്ക് ഇവിടെ പറയണത്. അങ്ങനത്തെ എന്തെങ്കിലും ലഭിച്ചായിരുന്നു? NRLMന്റെ എന്ത് ആനുകൂല്യമാണ് കുടുംബശ്രീക്ക് കൊടുക്കുന്നത്? അത് SHG ഗ്രൂപ്പ് വൈസ് ആയിട്ട് കൂട്ടുന്നത് നിങ്ങൾക്ക്. അല്ല, ഗ്രൂപ്പ് കൂടുന്നതൊക്കെ അറിയാം. SHG കൂടുന്നതും ബാക്കി കാര്യങ്ങളെല്ലാം എനിക്കറിയാം. പക്ഷെ അതിന്റെ എന്ത് ആനുകൂല്യങ്ങളാണ് എന്നാണ് മനസ്സിലാവാത്തത്. അതെന്താന്ന് എനിക്ക് അറിയില്ല. ചേട്ടൻ ലഭിക്കുന്നുണ്ടോ? അല്ല, എന്താണെന്ന് അറിയില്ലാതെയാണോ വിളിച്ച് ഞാൻ ചോദിക്കുന്നത്? നിങ്ങളെന്താ തമാശ കളിക്കുക? ചേട്ടാ, അല്ല, അതെന്താണെന്ന് താങ്കൾക്കറിയാം? പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതിയാണെന്നറിയാം കുടുംബശ്രീ പ്രവർത്തകർക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഒരു പദ്ധതി കേരളത്തിൽ കൊടുക്കുന്നതായിട്ട് എനിക്കറിയില്ല. സ്വയം തൊഴിൽ ചെയ്യാൻ വേണ്ടി ലോണ് കിട്ടുന്നില്ലേ? സ്വയം തൊഴിൽ ചെയ്യാൻ കരുതി എന്ത് ലോണാണ് കുടുംബശ്രീ വഴി കൊടുക്കുന്നതെന്നൊന്ന് പറഞ്ഞു തരുമോ? എന്ത് ചോദ്യ? സ്വയം തൊഴിലിനുള്ള ലോണാണ്, പിന്നെ എന്ത് ലോണാന്ന് ഞാൻ അല്ല, എന്ത് ലോണാണ്? എന്റെ അറിവിൽ ഒരു തിരിച്ചും മറിച്ച് ചോദിക്കുന്നതല്ല. നിങ്ങൾ ഈ പറഞ്ഞ കാര്യമാണ് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്. നിങ്ങൾ എന്താണ് തന്നത്? ചേട്ടനോട് പറഞ്ഞത് സ്വയം തൊഴിൽ ചെയ്യാൻ എന്ത് ലോണാണ് കുടുംബശ്രീ വഴി കൊടുക്കുന്നു കേന്ദ്ര സർക്കാർ? അതങ്ങനത്തെ എന്തെങ്കിലും സ്കീം ലഭിച്ചിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു സ്കീം പറയൂ. എന്താണ് നടപ്പിലാക്കിയെന്ന് പറയൂ ആദ്യം. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ ഇല്ലാന്ന് പറയാം. അല്ല, നിങ്ങൾ ചോദിക്കുമ്പോ ഉണ്ട് ഇല്ല എന്ന് പറയാനല്ല, ഞാൻ ചോദിക്കുന്നതിന് കൃത്യമായിട്ടുള്ള മറുപടി പറയണം. നിങ്ങൾ BJPയുടെ ഓഫീസിൽ നിന്ന് വിളിക്കണല്ലേ? അപ്പോൾ നമ്മൾ ചോദിക്കുന്നതിന് മറുപടി നിങ്ങൾ പറയണ്ടേ? നിങ്ങൾ പിന്നെ കുത്തിക്കൊഴിഞ്ഞ് കുഴിച്ചോണ്ട് പോകുമ്പോ എന്താ പറയാ? കുത്തിക്കുഴിച്ചല്ലേ അത്. നിങ്ങൾ ഒരു പദ്ധതി നടപ്പിലാക്കുന്നു, അത് എന്ത് പദ്ധതിയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പിന്നെ നമ്മൾ എന്താണ് നിങ്ങളോട് മറുപടി ചോദിക്കേണ്ടത്? കുടുംബശ്രീ പ്രവർത്തകർക്ക് പറഞ്ഞില്ലേ അവർക്ക്. കുടുംബശ്രീ പ്രവർത്തകർ, നമ്മളെ വീട്ടിലുള്ളവർ കുടുംബശ്രീ പ്രവർത്തകർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ കൊടുക്കുന്ന എന്താണെന്ന് ചോദിച്ചത്. ഞങ്ങൾ കൊടുക്കുന്നല്ലോ, അത് പ്രധാനമന്ത്രിയുടെ കൊടുക്കുന്നല്ലേ. പ്രധാനമന്ത്രി എന്ത് കൊടുക്കുന്നു എന്നാണ് ചോദിച്ചത്. അതന്നല്ലേ പറഞ്ഞ സ്വയം തൊഴിലിനുള്ളത് എന്ത് കൊടുക്കുന്നു? സ്വയം തൊഴിലിനുള്ള ഒരു ആനുകൂല്യങ്ങളും കേന്ദ്ര സർക്കാർ ഇതുവരെയും കൊടുത്തിട്ടില്ല കുടുംബശ്രീക്ക്. അങ്ങനെ ലഭിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. അങ്ങനെ ഒരു ആനുകൂല്യം കൊടുത്തിട്ടില്ലല്ലോ. പിന്നെ എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്? നിങ്ങൾക്ക് തന്നെ അറിയാം ഇങ്ങനെ ഒരു ആനുകൂല്യം കൊടുത്തിട്ടില്ല എന്ന്. അങ്ങനെ കുടുംബശ്രീ പ്രവർത്തകർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ വരുന്ന റിപ്പോർട്ട്. അപ്പൊ അങ്ങനെ കിട്ടിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ചേട്ടന് അല്ല, നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഇതുപോലൊരു ആനുകൂല്യം ഇന്ന ആൾക്ക് കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് എന്ത് ആനുകൂല്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ 100 കോടി ആൾക്കാരുണ്ട്. എല്ലാവർക്കും എന്താ ലഭിച്ചിട്ടുള്ളത്? അല്ല, നിങ്ങൾക്ക് എന്റെ ഈ ഫോൺ നമ്പർ നിങ്ങൾ കൃത്യമായിട്ട് എടുത്ത് എന്നെ വിളിക്കണമെങ്കിൽ എന്ത് ആനുകൂല്യങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. എന്തോന്ന് ചേട്ടനോട് ഞാൻ ചോദിച്ചില്ലേ? സ്വയം തൊഴിലിനുള്ള എന്തെങ്കിലും പൈസയോ അങ്ങനെ കാര്യങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നാണ്. അത് നിങ്ങൾ എന്ത് തന്നു എന്ന് ആദ്യം നിങ്ങൾ പറയാൻ. നിങ്ങൾ എന്റെ നമ്പർ എടുത്ത് നിങ്ങൾക്ക് എന്നെ വിളിക്കാമെങ്കിൽ, ഈ നമ്പർ എടുത്ത് നിങ്ങൾക്ക് വിളിക്കാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ആനുകൂല്യം തന്നു എന്ന് പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. സമാധാനത്തിൽ, വളരെ സമാധാനത്തിലാണ് സംസാരിക്കുന്നത്. ചേട്ടൻ അല്ല, അത് ബുദ്ധിമുട്ട്. ഈ കടൽക്കരയില് കാറ്റ് കൊണ്ടോണ്ട് അടുത്തേക്ക് തയ്ക്കുന്ന തേരിയൊക്കെ ചാടി ചാടി കളിച്ചുകൊണ്ട് അപ്പോൾ അതിന്റേതായ ബുദ്ധിമുട്ടുണ്ടാവും. കാറ്റ് കൊണ്ടാണോ നിൽക്കുന്നത്? അപ്പോൾ പറയും കൊണ്ടാണോ നിൽക്കുന്നത്, മഴ കൊണ്ടാണോ നമുക്കറിയത്തില്ലല്ലോ. അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. അതാണ്. അപ്പൊ ചേട്ടന് എന്താന്ന് നമ്മൾ ചോദിച്ചാലുള്ള മറുപടി വരാം അത്ര. അല്ല, നിങ്ങൾ ചോദിച്ച് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ ചോദിച്ചാലല്ല, ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയാം. എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? പറഞ്ഞിട്ടല്ലേ ചോദിച്ചത്. നിങ്ങൾക്ക് ആനുകൂല്യം എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? അല്ല, എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാഫ് അല്ല, നിങ്ങൾ BJPയുടെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. അല്ല, കേന്ദ്ര സർക്കാരിന്റെ സ്റ്റാഫ് ആണെങ്കിൽ നമുക്കറിയാം എങ്ങനെ സംസാരിക്കണമെന്ന്. അവരാണെങ്കിൽ ഹിന്ദിയിലേ സംസാരിക്കും, മലയാളത്തിൽ അല്ല, ഹിന്ദി എന്തെന്ന് നമുക്ക് അറിഞ്ഞൂടെ?
അതാ അല്ല എന്ത് പറഞ്ഞത്. ഹിന്ദി ഞാൻ അറിഞ്ഞൂടാന്ന് മലയാളത്തില് നിങ്ങൾ ഇത്രയും പുച്ഛത്തോടെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. നമുക്ക് ഹിന്ദി അറിഞ്ഞൂടായിരിക്കാൻ തരും. നമ്മൾ ഞാൻ തീരെ ചേട്ടനോട് പറഞ്ഞു ചേട്ടന് ഹിന്ദി അറിയാം. അവരാണെങ്കിൽ ഹിന്ദിയിൽ സംസാരിക്കും, ഞാൻ മലയാളത്തിൽ സംസാരിച്ചു. അല്ല അത്രയല്ലേ ഉള്ളൂ. എന്ത് കേന്ദ്ര സർക്കാർ ഓഫീസിലുള്ള മലയാളത്തിൽ സംസാരിക്കുന്ന ഓഫീസുകളില്ലേ? ഞാൻ ഈ ചേട്ടന്റെ കേരളത്തിലൂടെ എന്റെയാണ്. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ മലയാളത്തിൽ സംസാരിച്ചു. നിങ്ങൾ മലയാളത്തിൽ സംസാരിച്ചു. മാന്യമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു. അതെ. പറയൂ പറയൂ. പറയൂ ചേട്ടൻ പറ. ചേട്ടനല്ലേ തിരക്കിട്ട് എന്തോ എന്നെ അങ്ങോട്ട് തിരിച്ചു മറിച്ചു നോക്കി ചോദിക്കാണെങ്കിൽ റെഡിയായി നിക്കണേ. ചേട്ടൻ പറ. അല്ല നിങ്ങൾ എന്ത് കൊടുത്തു ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഒരു സാധാരണ ഒരു അംഗം. നിങ്ങൾ എന്ത് കൊടുത്തു എന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. എനിക്കൊന്നും എടുക്കാൻ പറ്റത്തില്ല. പ്രധാനമന്ത്രിയുടെ ആനുകൂല്യം എന്ത് കൊടുത്തുവെന്ന് ബി ജെ പിയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുന്ന നിങ്ങൾ പറഞ്ഞാൽ കൊള്ളായിരുന്നു. ചേട്ടനോട് ചോദിച്ച് അത് തന്നെയാണ് എനിക്ക് പിന്നെയും ചോദിക്കാനുള്ളത്. കേട്ടോ? നിങ്ങൾക്ക് നിങ്ങളവിടെ ചോദിച്ച ആ ഒരു ചോദ്യത്തിന് ഉത്തരം പറയും. എന്ത് ആനുകൂല്യം കുടുംബശ്രീ വഴി കൊടുത്ത എന്തെങ്കിലും ഒരു ആനുകൂല്യം നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ. ആനുകൂല്യം കൊറേ കൊടുക്കുന്നു. അത് തന്നെ നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരൂ. ചേട്ടൻ അറിയാമെങ്കിൽ ചേട്ടൻ ഇങ്ങോട്ട്. അല്ല എനിക്ക് അറിയാമോ അറിയൂടാത്തല്ല, നിങ്ങൾക്കറിയാമോ എന്നാണ്. അതാണ് ചോദ്യം. എനിക്ക് എന്തൊക്കെ കേരള സർക്കാർ കൊടുത്തു എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. കേന്ദ്ര സർക്കാർ എന്ത് കൊടുത്തു ബി ജെ പിയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുന്ന നിങ്ങളോട് എനിക്ക് അത്രേ ചോദിക്കാറുള്ളൂ. പ്രധാനമന്ത്രിയുടെ കുറെ ആനുകൂല്യങ്ങളുണ്ട്. കുറെ എന്നാണ് നിങ്ങൾ കുറച്ചു നേരം കൊണ്ടേ പറയുന്നു. കുറെ ആനുകൂല്യം. എന്ത് ആനുകൂല്യം എന്ന് ഒരു ആനുകൂല്യം പറയുന്നില്ല. കൂടുതൽ സ്ത്രീകൾക്കാണ്. സ്ത്രീകൾക്ക് കുടുംബശ്രീയിൽ പുരുഷന്മാർക്ക് ചേരാൻ പറ്റൂലല്ലോ. സ്ത്രീകളുടെ കൂട്ടായ്മയാണ്. നിങ്ങളുടെ പേരെന്താ? നിങ്ങളുടെ പേര്? എന്റെ പേര് അജയൻ. അപ്പൊ കമലം ആരാണ്? കമലം ആര് എന്ന് എന്റെ അമ്മച്ചിയാണ്. അമ്മച്ചിയാണ്. അപ്പൊ അമ്മച്ചിയോടാണ് ചോദിക്കേണ്ടിയിരുന്നത്. അല്ല അമ്മച്ചിയോട് ചോദിക്കുന്നതല്ല, നിങ്ങളിപ്പോൾ വിളിച്ച് ചോദിച്ചത് കാര്യത്തിന് ഞാൻ കൃത്യമായിട്ട് തിരിച്ചു ചോദിക്കുന്നുണ്ട്. അതിന് നിങ്ങൾ കൃത്യമായിട്ട് മറുപടി തരണം. അല്ലാതെ അത്രേ ഉള്ളൂ. ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നാണ് അല്ല നിങ്ങളോട് എന്ത് ആനുകൂല്യം കൊടുത്തു, കുടുംബശ്രീക്ക് എന്ത് ആനുകൂല്യം